എത്രയോ വർഷങ്ങൾക്ക് മുമ്പുള്ള കോൺഗ്രസ് CPI മുന്നണിയിലെ അടിയന്തരാവസ്ഥ കാലത്ത് ഞാനാണ് ഇവിടെ ഇന്ദിരാഗാന്ധിയുടെ 20 പരിപാടി മനോഹരമായി വ്യാഖ്യാനിക്കുന്നതാണ്. കോൺഗ്രസ് ആദ്യം അനുവദിക്കില്ല. ഞാനൊരു പുതിയ ആളല്ല. സുധാകരനാണ് ഇന്നത്തെ താരം എന്നെനിക്കറിയാം. ഞാൻ ആദ്യമായി ഇത് സംഘടിപ്പിച്ച കോൺഗ്രസ് പാർട്ടിയെ നേതാക്കന്മാരെ അഭിനന്ദിക്കുകയാണ്. കാലം വളരെ വേഗം മുന്നോട്ട് പോവുകയാണ്. ജനങ്ങളെല്ലാം മറക്കുകയാണ്. സമകാലീന സംഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രം അഭിപ്രായ രൂപീകരണം നടത്തുന്ന അവസരവാദപരമായ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇന്നലകളെ മറക്കുക എന്നത് ഇന്ന് പ്രധാനപ്പെട്ട ഒരു ആവശ്യമാണ്. ഇന്നലകളെ മറക്കുമ്പോൾ നിങ്ങൾ അല്ലാതാകുന്നു എന്നത് ആരും അറിയുന്നില്ല. ഇവിടെ നമ്മൾ ഇന്നലകളിലേക്ക് പോവുകയാണ്. ഞങ്ങളെ പിടിച്ച് 100 കൊല്ലത്തിന് മുമ്പ് നടന്ന ഒരു സംഭവം ഞങ്ങളെ കൊണ്ട് സംസാരിപ്പിക്കുകയാണ് കോൺഗ്രസ്സുകാർ. അത് ഒരു അപൂർവമായ സംഭവമാണ്. രാഷ്ട്രീയത്തിൽ അസാധാരണമായ ഒരു കാര്യമാണ്. ചരിത്രത്തിലേക്ക് എന്തിനു മടങ്ങി പോകണമെന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. അതൊക്കെ പഴയ കാര്യമാണ്. ഇപ്പോഴത്തെ കാര്യം പോലെ ആ പഴയ കാര്യം കേൾക്കാൻ വളരെ അസ്വസ്ഥതയുള്ള ഒരു തലമുറയും നമ്മൾ അറിയാതെ വളരുകയാണ്. അവിയല്ല പഴയതൊന്നും കേൾക്കണ്ടേ? അത് ഞങ്ങളാണ്. അതൊക്കെ പഴയ കാര്യമാണ്. അതിപ്പോ ഞങ്ങൾക്കിപ്പോ എൻ്റെ സെൽഫോണിൽ കൂടി വരുന്ന സോഷ്യൽ മീഡിയയിൽ കൂടി വരുന്നത് ഞങ്ങൾ കേൾക്കും. പിടിവാശിയാണ്. അതിന്റെ ഫലമായിട്ട് വരുന്ന ദുരന്തങ്ങളുടെ നടുവിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. ഇവിടെ രമേശ് ചെന്നിത്തലയും സുധീരനും എൻ്റെ പ്രിയപ്പെട്ട VD സതീശന് ഞാൻ വേറെ വെച്ചിട്ടുണ്ട്. അത് പിന്നീട് പറയില്ല. എന്നെ വെള്ളം കുടിപ്പിക്കാൻ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം നോക്കാൻ. ഞാൻ നല്ല ഫ്ലോയിൽ പ്രസംഗിക്കുമ്പോൾ സതീശ ഒരു ചോദ്യമായിട്ടിരിക്കും. ഇതൊരു പതിവാണ്. ഞാനൊരു ദിവസം ക്യാൻറ്റീനിലേക്ക് പോയപ്പോൾ ഞാൻ സതീശ നീ എന്തിനാണ് എൻ്റെ പ്രസംഗത്തിന് നടത്തുള്ളത്? അയ്യോ അണ്ണൻ അങ്ങനെ വിടാവില്ല, എന്താ ശരിയാണ്. ഇതാണ് അദ്ദേഹത്തിന്റെ ജോലി. പക്ഷെ കേരള നിയമസഭയില് കണ്ട ഞാനൊരുപാട് പരിചയമുണ്ട്. അത്രയും കറക്റ്റായിട്ടുള്ള ഒരു നിയമസഭാ സാമൂഹ്യം. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരുപാട് ആളുകളുടെ പരിപാടി പറഞ്ഞത് രമേശ് ചെന്നിത്തല അതുപോലെ തന്നെ വളരെ വളരെ ഇരുത്തം വന്ന അദ്ദേഹം ഇപ്പം പറഞ്ഞല്ല 28 വയസ്സിൽ മന്ത്രിയായത്. 28 വയസ്സിൽ ഞാനിവിടെ കൊടിയുകൊണ്ട് നടക്കുകയാണ്. അപ്പൊ അദ്ദേഹം മന്ത്രിയായി. അങ്ങനെയുള്ള എല്ലാ ഓർമ്മകളുടെ നടുവിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഞാനിതിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നില്ല. കാരണം സുധാകരനെ ഇരുത്തിയിട്ടാണ് എന്നെ വിളിച്ചത്. അതിൻ്റെ കാര്യം എനിക്കറിയാം. സുധാകരൻ പ്രസംഗിച്ചു കഴിഞ്ഞാൽ എല്ലാവരും പോകും. ഞാൻ പ്രസംഗിക്കുന്നത് ഞാൻ നിങ്ങളോട് വർത്തമാനം പറയാണ്. ഗുരുദേവനെ ഇനി ആരും പാടിപ്പുകഴ്ത്തേണ്ട കാര്യമില്ല. അത് ചരിത്രത്തിൻ്റെ ഒരു വലിയ സംഭവമായി മാറിക്കഴിഞ്ഞിരിക്കുക. മഹാത്മാഗാന്ധിയെ കുറിച്ച് നമ്മളാരും ഇനി വല്ലതും പറയുന്നത്. നിങ്ങളിവിടെ ഇരിക്കുന്ന പല ആളുകളും വിദേശത്ത് ചേരണം ഗാന്ധിയെ കുറിച്ച് അറിയണം. ഇവിടെ ആ ഗാന്ധി
ഇത് ഗാന്ധി എന്ന് വെച്ചാൽ നോട്ടിലുള്ള ഗാന്ധിയാണ്. ലോക ചരിത്രം നിങ്ങളെടുത്ത് വായിച്ചാൽ ഇതുപോലെ ഒരു മനുഷ്യനെ കണ്ടെത്താൻ ഈ ഭൂമുഖത്ത് ആർക്കും സാധ്യമല്ല. എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ഒരു ജീവനുള്ള മനുഷ്യനായിരുന്നു, നമ്മളെപ്പോലെ കയ്യും കാലുകളുള്ള ആളായിരുന്നു. അത്ര വലിയ അവിശ്വസനീയമായ ഒരു ജീവിത നയിച്ചതാണ്. ലോകത്തൊരു നേതാവും പറഞ്ഞിട്ടില്ല എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം. അങ്ങനെ എത്ര ആളുകൾക്ക് ഇന്ത്യയിൽ പറയാൻ കഴിയും? എത്ര ആളുകൾ പറയും എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം? ആ ഗാന്ധി വന്നത് ഗംഗ ഒഴുകി വരുന്നത് പോലെയാണ്. ആ ഗംഗാനദി ഒഴുകി 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 വന്ന് ഭാരതപ്പുഴയിൽ ചേരുന്നതാണ് ഈ ശ്രീനാരായണ ഗുരുദേവൻ എന്ന ഭാരതപ്പുഴയും ഗംഗ എന്ന ഗാന്ധിയും തമ്മിലുള്ള സംഗമമാണ്. രണ്ടും നമ്മുടെ രാജ്യത്തിൻ്റെ സമ്പത്താണ്, സംസ്കാരമാണ്, സംസ്കാരത്തിൻ്റെ നിറകുടങ്ങളാണ്, അനശ്വരമാണ്, നിലയ്ക്കാത്ത പ്രവാഹമാണ്. അത് ഒരു വലിയ സംഭവമായിരുന്നു. കേരളത്തിലെ ജനങ്ങൾ അതുകൊണ്ട് തന്നെ എന്നും നമ്മളിത് അംഗീകരിച്ചില്ലെങ്കിലും ജനങ്ങൾ, എല്ലാ വിഭാഗ ജനങ്ങൾ, അത് KPCC അതിന് മുൻകൈ എടുത്ത് വളരെ നല്ല കാര്യമാണ്. KPCC വിചാരിക്കാതെ നിങ്ങളില്ലെങ്കിൽ പിന്നെ അത് നടക്കില്ല. നിങ്ങളില്ലെങ്കിലും ആളുകൾ ഇത് കൊണ്ടുപോകും. അതാണ് അതിൻ്റെ ചരിത്രം. പിന്നെ നമ്മുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പുനരാവിഷ്കരിക്കണമെന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. യഥാർത്ഥ സ്വാതന്ത്ര്യ സമര ചരിത്രം നമ്മളാരും കണ്ടിട്ടില്ല. ഒരുപാട് ആളുകളെ ഈ ചരിത്രകാരന്മാർ, ബ്രിട്ടീഷ് ചരിത്രകാരന്മാർ ഒരുപാട് ദേശാഭിമാനികളെ തമസ്കരിച്ച് കളഞ്ഞു. ഗാന്ധിയെക്കുറിച്ച് തന്നെ ഒരുപാട് കള്ളക്കഥകളുണ്ടായിരുന്നു. ഇന്ത്യയുടെ വിഭജനത്തിൽ ഗാന്ധി എടുത്ത നിലപാടിനെ വളരെ വളരെ മോശമായി തിരിഞ്ഞു. ഏതായാലും ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ധീരന്മാരായ പലരെയും വല്ലാതെ ചിത്രീകരിച്ചു. അത് പലതരത്തിൽ അതിപ്പോൾ വ്യാഖ്യാനിക്കപ്പെടുകയാണ്. ഗാന്ധിയേക്കാൾ വലിയ മകാനാണ് സർദാർ വല്ലഭായ് പട്ടേൽ എന്ന് പറയുന്ന ഒരു പുതിയ രാഷ്ട്രീയം ഉയർന്നിട്ടുണ്ട്. അപകടകരമായ ഒരു രാഷ്ട്രീയത്തിന്റെ തുടക്കമാണ്. നമ്മുടെ സമൂഹം, നമ്മുടെ ഇന്ത്യയിലെ ജനങ്ങൾ, നമ്മുടെ കേരളത്തിലെ ജനങ്ങൾ ഗുരുദേവനോട് നീതി പുലർത്തിയിട്ടുണ്ടോ? ഗുരുദേവന്റെ ആദർശങ്ങൾ, ഗുരുദേവന്റെ അനുയായികൾ എന്ന് പറയുന്ന ആളുകൾ തന്നെ അംഗീകരിക്കുന്നുണ്ടോ? പ്രായോഗിക ജീവിതത്തിൽ നടപ്പിലാക്കുന്നുണ്ടോ? ഇവിടെ ലിജു ആരാ പറഞ്ഞ മദ്യത്തൊഴിലാളികളോട്? അതല്ലേ പ്രധാനപ്പെട്ട കാര്യം. ഇപ്പൊ കേരളം ചർച്ച ചെയ്യുന്നത് ബ്യൂറീസ് വേണോ വേണ്ടയോ, ബ്യൂറീസ് വേണോ വേണ്ടയോ? ബ്യൂറീസ് എന്താ? മദ്യം ഉണ്ടാക്കാനുള്ള ചാരായം. ബ്രൂവൻ. കേരളത്തിന്റെ രാഷ്ട്രീയത്തെ എത്ര പെട്ടെന്നാണ് ഈ മദ്യം കയറി അതിന്റെ പ്രധാന അജണ്ടയായത്. ഞാൻ രസകരമായ ഒരു വാർത്ത പത്രത്തിൽ വായിച്ചു, ശരിയാണെന്ന് അറിയില്ല. ക്യൂവിൽ നിൽക്കുകയാണെങ്കിൽ അവസാനത്തെ ആളിനെ കൊടുത്തിട്ടേ അടയ്ക്കാവുള്ളൂ. ഇത് ഇലക്ഷൻ കമ്മീഷന്റെ നിർദ്ദേശമാണത്, അല്ലേ രമേശ്? അല്ലേ, ഇലക്ഷൻ കമ്മീഷൻ നിർദ്ദേശമാണ്. വോട്ട് ചെയ്യാൻ വരുന്ന ക്യൂ നിൽക്കുന്ന അവസാന ആള് വോട്ട് ചെയ്യാനുള്ള അനുവാദം വേണം. ഇതല്ലേ നമ്മൾ നാരായണ ഗുരുദേവനോട് ചെയ്യുന്ന നീതി. നമ്മൾ നീതിയൊന്നും ചെയ്തില്ല. നമ്മുടെ ചെറുപ്പക്കാർ പിള്ളേരെ നമ്മൾ വെറുതെ കുറ്റം പറഞ്ഞൊരു കാര്യമൊന്നുമില്ല. നിങ്ങൾ അവരെ അഡ്രസ് ചെയ്യണം. ഇവിടുത്തെ ഗവൺമെന്റ്, ഇവിടുത്തെ സാമൂഹിക
രാഷ്ട്രീയ പാർട്ടികളും ഈ പുതിയ തലമുറയുടെ താളം തെറ്റിയുള്ള പോക്കിനെ അഡ്രസ് ചെയ്ത് അവർ കൊണ്ടുവരണം. അവരെല്ലാം പിടിച്ചോടിക്കാരാണ്, പിന്നെ എന്താ മയക്കുമരുന്നുകാരാണ്, കൊലപാതകളാണ്, കള്ളന്മാരാണ്, ഒന്നിനും കൊള്ളൂല്ല. പിന്നെ ആരാ കൊള്ളാന്നുള്ളത്? അത് അവര് നമ്മുടെ സന്തതികളാണ്, എന്റെയും നിങ്ങളുടെയും വീട്ടിലുള്ള സന്തതികളാണ്. അവരെ കറക്റ്റ് ചെയ്യണം. അതിന് ഗവൺമെന്റ് മാത്രമേ ഉള്ളൂ. ഗവൺമെന്റിന്റെ നോട്ടിഫിക്കേഷന് ഉത്തരവ് കൊണ്ടൊന്നും ജനങ്ങൾ നന്നാവില്ല. ഉത്തരവിറക്കേണ്ടതുകൊണ്ട് കാര്യമുള്ള മദ്യ നിരോധനം ആണല്ലോ. പടിപ്പടിയായി മദ്യം കുറച്ചു കൊണ്ടുവരും. എവിടെ പടിപ്പടിയായി കുറച്ചുകൊണ്ടുവരും? നടക്കാത്ത കാര്യങ്ങൾ പറഞ്ഞ ആളുകളെ പറ്റിക്കാന്നുള്ളതല്ലാതെ. സമൂഹം ഒന്നാകെ അമർഷമുള്ളവർ, പ്രതിഷേധമുള്ളവർ, ഗാന്ധിസത്തോട് താല്പര്യമുള്ളവർ. ഞാൻ ഗാന്ധിസത്തിന്റെ ആളല്ല, ഞാൻ മാർക്സിസത്തിന്റെ ആളാണ്. പക്ഷെ ഗാന്ധിസം ഇന്ത്യയിലെ പ്രായോഗികമായ ഒരു തിയറിയാണ്. ഞങ്ങളുടെ വർഗസമരമാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരുപാട് തെറ്റുകൾ പറ്റി. ഞങ്ങള് വർഗസമരത്തിന് പോയി ഞങ്ങളെ ശരിപ്പെടുത്തിയിട്ട് ഞങ്ങളുടെ ആയുധങ്ങൾ വിചാരിച്ച് പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച് എല്ലാ കാര്യങ്ങളും പിന്നീട് ഞങ്ങൾക്ക് തോന്നി ഇത് ശരിയായിരുന്നു, ഓടുമില്ല. അതേ വഴിയിൽ ഞങ്ങളുടെ പിന്നെ കുറെ പിള്ളേർ വന്നു, നക്സൽ എന്നൊക്കെ പറഞ്ഞിട്ട് അവരും പോയി. അപ്പൊ ഇന്ത്യ പ്രതീക്ഷിക്കുന്നതല്ല, ഇന്ത്യയിലെ ജനങ്ങൾ പ്രതീക്ഷിക്കുന്നതല്ല, സമാധാനപരമായി എല്ലാവരെയും കൂടി ഉൾക്കൊള്ളുന്ന ഒരു സാമൂഹ്യ മാറ്റം. അതാണ് ഇന്ത്യയുടെ ഹൃദയം. ആ ഹൃദയം കൊടുത്തത് ഗാന്ധിയാണ്. നിങ്ങൾക്ക് ഇതുകൊണ്ടൊന്നുമില്ല, നിങ്ങൾക്ക് ഇതാണ് നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളത്. ഗാന്ധി തന്ന ഉപദേശങ്ങളും സന്ദേശങ്ങളും ഗുരുദേവന്റെ ആത്മീയമായ ഗാന്ധി ഭൗതികമായിട്ടാണ് ഏറ്റവും കൂടുതൽ ഒരു രാഷ്ട്രത്തിന്റെ ജനതയുടെ ജനാധിപത്യ അവകാശങ്ങൾ നേടിയെടുക്കുന്ന ഒരു രാഷ്ട്രീയ പോരാട്ടമാണ് ഗാന്ധി നേതൃത്വം. അന്ധകാരത്തിൽ പെട്ടുപോയ ഒരു വിഭാഗം ആളുകളെ ഉയർത്തിക്കൊണ്ടുവരുന്ന ആത്മീയമായ പ്രവർത്തനങ്ങളാണ് നാരായണ ഗുരു ആരംഭിച്ചതും തുടങ്ങിയതും മുന്നോട്ട് പോയി. ഇത് രണ്ടും അനിവാര്യമാണ്. ആ രണ്ടിൻ്റെയും ഉയർത്തെഴുന്നേൽപ്പ്, ആ രണ്ടാശയങ്ങളുടെയും ഉയർത്തെഴുന്നേൽപ്പ് കേരളം ഇന്ന് ആഗ്രഹിക്കുകയാണ്. നമുക്കെല്ലാവർക്കും കൂടി അത് സഹായിക്കാൻ കഴിയുമെങ്കിൽ അതാണ് ഈ രണ്ട് നേതാക്കന്മാരും നടത്തുന്ന ഏറ്റവും വലിയ സംഭാവന എന്ന് പറഞ്ഞുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം. എന്നെ നേരത്തെ അനുവദിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട്. ശുദ്ധീകരണമുണ്ട്.